തിരുവനന്തപുരം പാലോട് ഭർതൃഗൃഹത്തിലെ നവവധുവിന്റെ മരണം ആത്മഹത്യയെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ്. ഇന്ദുജയും അഭിജിത്തും തമ്മിൽ കുറച്ചുനാളായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്ദുജയെ ശാരീരികമായി പീഡിപ്പിച്ചുവരുന്നുവെന്നും ശരീരത്തിൽ 2 ദിവസം പഴക്കമുള്ള പാടുകൾ ഉണ്ടായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത്. കേസിൽ അഭിജിത്തിന് പുറമെ മറ്റൊരു പ്രതിയെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ദുജയെ ഭർത്താവ് അഭിജിത്ത് നിരന്തരം മർദ്ദിക്കുമായിരുന്നുവെന്ന അച്ഛൻ ശശിധരൻ റാണിയുടെ മൊഴി ശരിവയ്ക്കുന്ന നിഗമനത്തിലേക്ക് പോലീസും എത്തിയിരിക്കുകയാണ്. വിവാഹത്തിനു ശേഷം മകളെ ചെന്നു കാണാനോ സംസാരിക്കാനോ അഭിജിത്ത് തങ്ങളെ അനുവദിച്ചിരുന്നില്ലെന്നും ശശിധരൻ പറയുന്നു. ഇടവശത്ത് മുറിപ്പാടുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചാണ് എൻ്റെ കൂടെ പറഞ്ഞില്ല, എൻ്റെ മോൻ്റെ കൂടെ പറഞ്ഞു അടിച്ചതാണെന്ന് പറഞ്ഞു. അവൻ നിരന്തരം ഉപദ്രവമാണെന്ന് പറഞ്ഞു. അതിന് ശേഷം നിങ്ങൾ അച്ഛനും അമ്മയും അവിടെ വീട്ടിൽ അടുപ്പിക്കില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊന്നുകളയുന്നതാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഇന്ദുജ BSc നഴ്സിംഗ് പഠിക്കാനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തുന്നത്. പഠനം പൂർത്തിയാക്കിയ ശേഷം MSc പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും സാമ്പത്തികമില്ലാത്തതിനാൽ തുടർ പഠനത്തിന് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ പാലോടുള്ള സ്വകാര്യ ലേബിൽ ജോലി ചെയ്തു വരുമ്പോഴാണ് അഭിജിത്തുമായി പ്രണയത്തിലാവുന്നത്. ആ പ്രണയം 2 വർഷം നീണ്ടുനിന്നു. ഒടുവിൽ ആഗസ്റ്റ് മാസം 5-ാം തീയതി ഇന്ദുജ വീട് വിട്ടിറങ്ങുകയും അഭിജിത്തിനൊപ്പം ഒരുമിച്ചുള്ള ഒരു ജീവിതവും ആരംഭിച്ചു. എന്നാൽ പ്രണയപൂർവമായ ആ ദാമ്പത്യത്തിന് അധികം ആയുസ്സുണ്ടായില്ല. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 കിടപ്പുമുറിയിലെ ജനലിൽ ഇന്ദുജ തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് അഭിജിത്ത് കണ്ടത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് ഉച്ചയോടുകൂടി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വൈകുന്നേരം 5 മണിയോടെ പാലോട് കോളച്ചൽ കൊന്നമൂടുള്ള വീട്ടുവളപ്പിൽ സംസ്കാരവും നടന്നു. അഭിജിത്തിന്റെ നിരന്തരമായിട്ടുള്ള ശാരീരിക പീഡനം കാരണം ഇന്ദുജ സ്വയം ജീവിതം അവസാനിപ്പിച്ചതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. അതേസമയം മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും കൊലപ്പെടുത്തിയതാണെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. പ്രതികളെ എത്രയും വേഗം റിമാൻഡ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.